ഇവർ കഴുത്തിന് മുറുക്കി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ തോന്നുന്നത്. അവൾ തൂങ്ങിയതല്ല, ഇവളെ കഴുത്ത് മുറുക്കി കൊന്നതാണെന്നുള്ളതാണ് മരണത്തിന് കാരണം. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അവൻ്റെ അമ്മയാണ്. 1.5 വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം. മകൾക്ക് പറ്റിയ ദുരന്തത്തിൽ ഇപ്പോഴും ആ അച്ഛൻ കേഴുകയാണ്. നല്ല രീതിയിലാണ് ഞങ്ങൾ കല്യാണം നടത്തി വിട്ടത്. ഒരു 10 ലക്ഷം രൂപയോളം ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞങ്ങൾ നടത്തിയത്. പിന്നെ ആദ്യം വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. എങ്കിലും അവൻ വീണ്ടും വന്ന് ചോദിച്ചു. അവൻ്റെ അമ്മാവന്മാർ 2 പേര് നിരന്തരം എൻ്റെ കടയിൽ വന്ന് അയക്കണം എന്ന് വാശി പിടിച്ചു. അത് ശരി, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നാളൊരു സമയത്ത് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ഒരു വിഷയം ഉണ്ടാകരുത്, ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നെല്ലാം ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവർക്ക് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നല്ല ഉറപ്പ് തന്നാണ് മകളെ അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ മകളോട് പറഞ്ഞു, മകളെ അവൻ മദ്യപിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ, പപ്പ എൻ്റെ തലയിലടിച്ച് സത്യം ചെയ്ത് ഞാൻ കല്യാണം കഴിഞ്ഞാൽ അവൻ മദ്യപിക്കില്ല എന്നൊക്കെ കല്യാണം നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ മദ്യപാനമേ ഒന്നും ഉണ്ടാവില്ല എന്ന് തലയിലടിച്ചൊക്കെ സത്യം ചെയ്തു. നല്ലതുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. വഴിയിലിട്ട് വണ്ടി ഇടിപ്പിക്കുകയും കുത്തിക്കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ എല്ലാം കൊണ്ട് നമ്മൾ ഭയപ്പെട്ടിട്ടാണ് അവനോട് അയക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ പൂർണ്ണമായിട്ട് താല്പര്യപ്പെട്ട് നല്ല രീതിയിൽ കല്യാണം നടത്തി വിട്ടു. ജൂൺ 19-ാം തീയതി മകളുടെ കല്യാണം നടത്തുന്നു. ജൂലൈ 2-ാം തീയതി 1-ാം തീയതി ഇവിടെ വരുന്നു. 2-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു നല്ല രീതിയിൽ കഴിഞ്ഞു. അവളുടെ മുഖത്തിന് വലിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചില്ല, കാരണം അവളുടെ നിർബന്ധത്തിൽ നമ്മൾ വഴങ്ങിക്കൊടുത്തതാണല്ലോ എന്നൊക്കെ അവൾ ധരിച്ചു കാണും. കാരണം ഇനി വേറൊരു പ്രശ്നമായിട്ട് ഇനി എൻ്റെ വീട്ടിൽ അറിയിക്കണ്ട എന്നെന്തെങ്കിലും അവളുടെ മനസ്സിൽ ധാരണ ഉണ്ടായിരുന്നായിരിക്കും. കാരണം ഈ കല്യാണം കഴിഞ്ഞ് 8-ാം ദിവസത്തിൽ തന്നെ അവളുടെ അമ്മായിയമ്മ വഴക്കൊക്കെ കൂടി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആഭരണങ്ങളെല്ലാം ഇവളെ നിന്ന് വാങ്ങി കാട്ടാക്കട ഒരു ബാങ്കിൽ പണയം വയ്ക്കുക. അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ അറിയിച്ചില്ല. സംഭവം അറിയുന്ന രാത്രി ഞാനൊരു 11 മണി കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോഴത്തെ ഒരു 12 മണിയായപ്പോഴത്തേന് തന്നെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. നിങ്ങളുടെ സോണയുടെ പപ്പയാണോ? ഞാൻ പറഞ്ഞു അതാ. ആണെന്ന് പറഞ്ഞു. 1:30 മണിയാണ് രാത്രി. സോനയുടെ പപ്പയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതാ. എന്താണ്? സോന ഒരു അതിക്രമം കാണിച്ചു. ഞാൻ ചോദിച്ചു എന്തോന്ന് അതിക്രമം? അത് സോന തൂങ്ങി. ഞങ്ങൾ വിചാരിച്ചത് മരണപ്പെട്ട് കാണൂല എന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോഴത്തേന് മോർച്ചറിക്കകത്ത് നമ്മളെ വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഡോക്ടറെ വന്നിട്ടാണ് ഞാൻ ഇവരെ അറിയിച്ചത് നമ്മൾ മരിച്ചു. കാരണം ഞങ്ങളെ വീട്ടിൽ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വേണ്ട ആ വീട്ടിലെത്താൻ. എന്നിട്ട് പോലും ഞങ്ങളെ അറിയിച്ചില്ല. തൂങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആശുപത്രിയിൽ അവർ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാണ് വാർത്ത. നടന്നു. അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നായിരിക്കാം എനിക്ക് തോന്നുന്നു. എനിക്ക് സംശയം ഇവർ മരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് 5 മിനിറ്റ്. അതെ, നമ്മൾ ആ സമയത്ത് ഇവർ കെട്ടഴിച്ച് ഇറക്കിയെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മളെ അറിയിച്ചിട്ട് ഞങ്ങൾ പള്ളി. അവൻ്റെ അമ്മയുണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു, അവൻ്റെ അനിയനുണ്ടായിരുന്നതായിരിക്കാം. കിടപ്പുമുറിയില്ല. അതെ, കിടപ്പുമുറിയിലാണെന്ന് പറഞ്ഞു. അവൻ കിടന്നുറങ്ങിപ്പോയി. ഇവ അറിഞ്ഞില്ല. അവൻ്റെ കാല് വന്ന് തട്ടിപ്പോയി. അതുപോലെ കാലെന്തായാലും ഈ കട്ടിലിൽ വന്ന് അതെ ഒരു ഷോക്ക് അവിടെ ഉണ്ടാകണം സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉറങ്ങുന്ന ഒരു വ്യക്തി അല്ല അവൻ. അവൻ ഇത് ഒളിച്ചു വയ്ക്കുകയാണ് ഈ കാര്യം. ഞങ്ങൾക്കത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ അങ്ങനെ ഉറങ്ങുന്ന ടൈപ്പല്ല അത്. കാരണം രാത്രി പലവരുമായിട്ട് അവൻ മദ്യവെച്ച് വിളകളിലും പാറപ്പുറത്തൊക്കെയാണ് ഇരിപ്പാണെന്നാണ് ഞങ്ങൾ പിന്നീടൊക്കെ അറിഞ്ഞത്. ഇല്ല, അതല്ല. അതിന് മരണപ്പെട്ടതിന് ശേഷമാണ് പലരും അവൻ്റെ വീടിനടുത്തുള്ളവർ എൻ്റെ അടുത്ത് പറയും, നിങ്ങൾ അയൽവക്കത്ത് നിങ്ങളൊന്നും അന്വേഷിക്കാത്തത് അവരുടെ സ്വഭാവം. അപ്പോൾ ഞാൻ ഈ ബോഡി കണ്ടുകൊണ്ട് ഞാൻ
എൻ്റെ സമനില തെറ്റി ഞാൻ അല്പം ഒന്ന് ബോധം കെട്ട് വീണു. ആ സമയത്ത് അവൻ മുങ്ങി. ബോഡി അവിടെ കിടത്തിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് മുങ്ങി. മുങ്ങി അവൻ മുങ്ങി മുങ്ങി 15ാമത്തെ ദിവസം കല്യാണം കഴിഞ്ഞ് 12. 12ാമത്തെ ദിവസം അതെ അതെ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. വേറെ ഒന്നുമല്ല. ഞാൻ ചെന്ന ഉടനെ അവനെ കണ്ട ഉടനെ ചോദിച്ചത് മോൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ICU എങ്ങാണ്ടെങ്കിലും ട്രിപ്പോ എന്തെങ്കിലും കൊടുത്തിട്ടേക്കെ വേണം മരിച്ചെന്നുള്ളത് ഇവൻ പറയുന്നില്ല. അവൾ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. കാരണം അന്ന് ആ മാസം ജൂൺ മാസം ലാസ്റ്റ് അവൾ ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ്. കാരണം വീലാംഗ വികസന കോർപ്പറേഷനിൽ അവൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ട് അതും പോയി. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ആ മാസം ജോലിക്ക് പ്രവേശിക്കേണ്ടവളാണ്. അപ്പോൾ അതെ 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 അതെ. ഈ മരണസംഭവം ഞങ്ങൾ അറിയിക്കുകയോ ആ വീട്ടുകാർ ഞങ്ങളുമായിട്ട് സഹകരിക്കുകയോ ഞങ്ങളോട് സഹകരിക്കുകയോ ഈ ബോഡി കൊണ്ടുവന്നപ്പോഴോ അല്ലെങ്കിൽ ഇത് അറിയിക്കുകയോ ഒന്നും ഞങ്ങളെ ചെയ്തിട്ടില്ല. ഇന്ന് വരെ ആയിട്ട് തർക്കം അവിടെ ഉണ്ടായിരുന്നു. മോള് പറഞ്ഞു അവർക്ക് കിട്ടിയത് പോരാ, നമ്മൾ ഇട്ട് കൊടുത്തതൊന്നും പോരാ. മോളെടുത്ത് തന്നെ പറയുന്നു, അമ്മ ഇത് നമ്മൾ കൊടുത്തതൊന്നും പോരെന്നാണ് പറയുന്നത്. ഇത് വേറെ എവിടെ നിന്നെങ്കിലും ആയിരുന്നു എൻ്റെ മോൻ കൊണ്ടുവന്നിട്ട് വേറെ കൂടുതൽ സ്വർണ്ണങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അതെ, ഈ ദിവസത്തിന് ഇവളൊന്നും ഞങ്ങളോട് പറയാൻ തുറന്ന് ആവശ്യമില്ല. സ്വർണ്ണം പണമായിരുന്നു. കാരണം അവൾക്ക് തുറന്ന് പറയാൻ പേടി ഞങ്ങളോടത്ത്. കാരണം അവളുടെ ഇഷ്ടത്തിന് നമ്മൾ നടത്തി കൊടുത്തത് പീഡനം ഉണ്ടായി അനുഭവിച്ചു. കാരണം അല്ലെങ്കിൽ എൻ്റെ കൊച്ചു രാത്രി അന്ന് കരയേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഫോൺ ഇവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കൂല. അവനും അവളുടെ കെട്ടിയായി മോളെ കൊണ്ടുപോയ പയ്യനാണ്. സംശയം ആർക്ക് ഇല്ല. അങ്ങനല്ല, ഇവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കൂല. ഞങ്ങളെ വിളിക്കണമെങ്കിൽ തന്നെ എന്താ ആയിരിക്കണം, എന്തെങ്കിലും നമ്മളോടത്ത് അറിയിക്കുമോ, എന്തെങ്കിലും അവിടെ നടന്ന പ്രശ്നങ്ങൾ ഞങ്ങളോടത്ത് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ ആണെന്നോ വിചാരിച്ചിട്ടായിരിക്കാം. അവൻ നിൽക്കുമ്പോഴേ മോൾക്ക് എന്തെങ്കിലും വിളിക്കാൻ ഇങ്ങോട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് മോളടുത്ത് ഇവൻ തന്നെ പറഞ്ഞെന്ന്, നീ അമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന സൂക്ഷിച്ച് നിൽക്കണം. അമ്മ നിൻ്റെ പുറത്തോട്ട് മറിഞ്ഞ് വീണിട്ട് പറയും അമ്മയ്ക്ക് തല കറങ്ങിയിട്ട് വീണ്. അമ്മായി അമ്മയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. മരണത്തിന് കാരണം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അവൻ്റെ അമ്മയാണ്. എൻ്റെ മോളുടെ അടുത്തല്ല അവർക്ക് കൂടുതലും താല്പര്യമായിരുന്നത്. പക്ഷെ സ്നേഹത്തിൻ്റെ പുറത്താണ് ഈ വിവാഹം നടത്തി കൊടുക്കേണ്ട വന്നത്. അവർക്ക് പണമായിരുന്നു ആവശ്യം. ഒരു വീട്ടുകാരും ചോദിക്കാത്ത ഒരു കാര്യം അവൻ്റെ അമ്മ ഞങ്ങളെ നിർബന്ധമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു. കാരണം ഞങ്ങളടുത്ത് അവൻ്റെ അമ്മ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ആ വീട്ടിൽ പോയി. ഒരാഴ്ചക്കകത്ത് വീട്ടിൽ അപ്പോൾ മോൾ പറഞ്ഞു വീട്ടിലോട്ട് വന്നിട്ടാണ് പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് ചെന്ന് കടയിൽ നിന്ന് ചെന്നപ്പോഴത്തേന് ആദ്യം ചോദിച്ചത് എൻ്റെ അമ്മ ചോദിച്ചത്, നിങ്ങൾക്ക് എത്ര രൂപ കളക്ഷൻ കിട്ടി കല്യാണം കഴിഞ്ഞതിന്? ഞാൻ പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ കടങ്ങളൊന്നുമില്ല, അല്ല ബാങ്ക് കട മാത്രമേ ഉള്ളൂ, എനിക്കല്ലാതെ വേറെ കടങ്ങളൊന്നുമില്ല, കടങ്ങളൊക്കെ ഞാൻ തീർത്തു. എന്നാലും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി അതവർക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതിപ്പോൾ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, എനിക്ക് അതാരും ചോദിക്കുന്ന കാര്യവുമല്ല. അതൊരു നാണം കെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇതുവരെ ഞാൻ കേട്ടിട്ടുമില്ല. ഇവർ അതിനെപ്പറ്റി മോളടുത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് 2-4 പ്രാവശ്യം ചോദിച്ചെന്ന്, എന്തുകൊണ്ട് നിൻ്റെ പപ്പ പറഞ്ഞില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപ കളക്ഷൻ കിട്ടിയെന്ന് നിൻ്റെ പപ്പ പറയാത്തത്, എന്ത് ഞങ്ങളെന്ത് പിടിച്ചു വാങ്ങിക്കുമോ എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ ചോദ്യമൊക്കെ വരട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുടെ മരണത്തെക്കുറിച്ച് ദുരൂഹതയുണ്ട്, സംശയമുണ്ട്, അത് തെളിയിക്കണം എന്ന് ഞാൻ നല്ല എണ്ണം തറപ്പിച്ച് അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടക്കം ചെയ്തു. അതെ, അപ്പം അവിടെ തന്നെ മുങ്ങി ഇപ്പം വന്ന് വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ആ ഇവൻ സുഖമായിട്ട് ഇവിടെ പുതച്ച് ഈ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പുറകെ വന്നു. ഇവൻ എപ്പോൾ പോകുന്നെന്ന് അറിഞ്ഞില്ല. ഇവൻ വീട്ടിൽ വന്ന് ഉറക്കമായിരുന്നു. ഇവന് അങ്ങനെ ഒരു ദുഃഖഭാവമോ ഒന്നുമില്ല. ഇവന് ചോദ്യമൊന്നും ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ 12 ദിവസത്തിനുള്ളിൽ എനിക്കിത് മറ്റേ തെറ്റിദ്ധാരണയായിട്ടൊന്നും എനിക്ക് പറയാനൊന്നും അപ്പോൾ ആരുടെയും ഒരു ന്യൂസോ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയല്ല. ഇവൻ്റെ അമ്മയെ പ്രതിയാക്കണം, ഇവൻ്റെ അമ്മയെ ചോദ്യം ചെയ്യണം. ഇവൻ്റെ അമ്മയാണ് മെയിൻ പ്രതി. കാരണം അവിടെ ഒരിക്കൽ പറയുന്നു അമ്മയാണ് ഇതിന് കാരണം, എൻ്റെ മകളുടെ മരണത്തിന് കാരണം ഉത്തരവാദി അമ്മയാണ്. കാരണം മകൻ
പറഞ്ഞതായിട്ടുള്ള ഈ ഒരു സൂചന നമുക്കുണ്ടല്ലോ. മോൾ ഇവിടെ വന്ന് പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നത് സൂക്ഷിച്ച് നിൽക്കണം, അമ്മ മറിഞ്ഞു വീഴും, വീണിട്ട് പറയും തല കറങ്ങി ബോധം കിട്ടുമെന്തോ വീണെന്നാണെന്ന് പറഞ്ഞു. അതാ എന്നൊക്കെ മോളുടെ ഭർത്താവ് പറയുമ്പോൾ അവിടെ കൂടുതലും എൻ്റെ മോളെ പീഡിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അവിടെ യാതൊരു രേഖയില്ലായിരുന്നു. ഈ തൂങ്ങിയ കയറോ തൊണ്ടി വക സാധനങ്ങളോ എന്നെയോ എൻ്റെ ബന്ധുക്കാരെയോ എൻ്റെ വാർഡ് മെമ്പറെ പോലും അറിയിച്ചിട്ടില്ല. ഈ മരണമൊക്കെ കഴിഞ്ഞ് ഒരു 10-18 ദിവസം കഴിഞ്ഞിട്ട് ഇവനും എൻ്റെ അനിയനും കൂടെ രാത്രി ബൈക്കിൽ ഇവിടെ കൂടെ വന്നു, ഒരു വെട്ടോത്തിയൊക്കെ കൊണ്ട്. ഞങ്ങൾ കേസ് കൊടുത്തെന്നുള്ളത് അറിയാം. താഴെ പോയിട്ട് തിരിച്ചു വന്നു. യവനും എൻ്റെ മോനും ഇപ്പോൾ ഇവിടെ വന്ന പയ്യനും കൂടെ ഒരു ബൈക്ക് മോൻ്റെ ബൈക്ക് ഇവിടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുമല്ലടാ എന്ന് ചോദിച്ചു. ബിവിൻ്റെ അനിയനും കൂടെ ഞങ്ങൾ കേസ് കൊടുത്തുകൊണ്ട് ഇവിടെ വന്നു. ഈ മുറ്റത്ത് വന്നിട്ട് അപ്പം ഞാൻ കാണുന്നു എന്താ അവൻ്റെ അനിയൻ മഹാമോശമാണ്. അപ്പോൾ ഇവൻ ചാടി വെച്ച്, നീടാ എൻ്റെ കൊച്ചിനെയും കൊന്നിട്ട് നീ ഞങ്ങളെ വരട്ടാൻ വന്നോന്ന് ചോദിച്ചുകൊണ്ട് മോൻ ചാടി. ഞാൻ പെട്ടെന്നങ്ങ് ചാടി ഇറങ്ങി. ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പെട്ടെന്നങ്ങ് പോവുകയും ചെയ്തു. പോയി ഇവൻ പറഞ്ഞത് മോളുടെ കല്ലറ കാണാൻ വേണ്ടി വന്നെന്നാണ് പോലീസുകാരെടുത്ത് പറഞ്ഞത്. കല്ലറ കാണാൻ വേണ്ടി അതെ കല്ലറ കാണാൻ വേണ്ടി അതെ വെട്ടുവത്തി. അത് നിങ്ങൾ ഈ കല്ലറ കാണാൻ പോകുന്നത് വെട്ടുവത്തി വെച്ചാണോ കല്ലറ കാണാൻ പോയത്? അപ്പോഴവന് മറുപടിയൊന്നുമില്ല. എന്തിന് നിങ്ങൾ അവിടെ പോയി, ആരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചിട്ട് ഒന്നും ഇല്ല, മറുപടിയില്ല. അപ്പോൾ എസ് ഐ ഓടം ചെയ്ത്, നീ ആ ഈ സെല്ലിൽ കിടക്കുമ്പോഴാണ് ആ കൊച്ചിൻ്റെ ബോഡി ഈ സ്റ്റേഷൻ്റെ മുന്നേ കൂടെ ഈ റോഡിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ നിന്നോടത്ത് ഞാൻ പറയുന്നു ആ കൊച്ചിൻ്റെ ബോഡിയാണ് കൊണ്ടുപോകുന്നത് എന്ന് നിന്നോടത്ത് ഞാൻ വന്ന് പറഞ്ഞു. നിനക്ക് അപ്പോഴും നീ എന്നോട് പറഞ്ഞില്ല ഒന്ന് കാണണമെന്ന്, ഒരു നോക്ക് കാണണമെന്ന്. അല്ല, ആ പറയാത്തവൻ നീ അടക്കവും കഴിഞ്ഞ് അവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നീ വീണ്ടും ആ വീട്ടിൽ പോകും, അവിടെ പോയല്ലേ എന്ന് ചോദിച്ചു. ഈ തൂങ്ങിയെന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഈ തൊണ്ടി വക സാധനങ്ങളില്ല, കണ്ടിട്ടില്ല, ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ ആൾക്കാരുടെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, ഞങ്ങളുടെ വാർഡ് മെമ്പർ അത് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് നല്ല സംശയമാണ്. അവൾ തൂങ്ങിയതല്ല, ഇവളെ കഴുത്ത് മുറുക്കി കൊന്നതാണെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അമ്മയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോകും. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. എന്തിനാണ് എൻ്റെ മോൾ തൂങ്ങിയത്, എങ്ങനെയാണല്ല അവർ കൊല ചെയ്തതാണ്. ഇവളുടെ കഴുത്ത് തൂങ്ങാൻ ഒരു ചാൻസും ഇല്ല, അവൾ തൂങ്ങുകയില്ല, കൊലപാതകമാണ്. ഇവളെ കഴുത്ത് മുറുക്കി കൊന്നിട്ട് ഇവൾ തൂങ്ങിയതായിട്ട് അവർ കാണിച്ചത്. കാരണം ഇത് ഒരുപാട് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ആ പോലീസല്ല, പോലീസ് മാറി, സർക്കിൾ മാറിയിട്ടുണ്ട്, SP മാറിയിട്ടുണ്ട്, DSP മാറിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന DSP അതെ ഇപ്പോൾ മാറി വന്ന DSP സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കാരണം മുൻപരുന്ന DSPയും സർക്കിളും ഇന്നാവും നാളെ ആവും 2 ദിവസത്തിനാകും എന്ന് ഞങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് പോയതല്ലാതെ കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നും ഞങ്ങൾക്ക് ഒരു നീതിയും കിട്ടിയിട്ടുമല്ല. അത് മാത്രമല്ല, ഈ റൂം സീല് പോലും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഈ തൊണ്ടി വക സാധനങ്ങൾ എപ്പോഴും കിട്ടി, എങ്ങനെ കിട്ടി എന്ന് ഞങ്ങൾ അവിടെ ഈ ഇത് നോക്കി അവർ തയ്യാറാക്കാൻ പോയ SIയോട് അഡീഷണൽ SI അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ SI എന്നോട് പറഞ്ഞത്, എനിക്ക് തലവേദന പിടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. SI എൻ്റെ തകർത്ത് കയറി. ഞാൻ പറഞ്ഞു, സാറേ ഈ റൂമിൽ അനാസ്ഥയുണ്ട്, അത് ഇന്നലെ പാർട്ടി തന്നെ അറിയാമല്ലോ. എന്നാൽ ഇപ്പോൾ DSPയുടെ കീഴിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ നമുക്കൊരു നീതി കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സാറിന് ഒരു വിശ്വാസമുണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം സാറ് ഒരാഴ്ചയായുള്ളൂ വന്നിട്ട്. ആ സാറിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ എൻ്റെ ബാക്കിയുള്ള നടപടികളിലേക്ക് കിടക്കും. ആ സാറിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൾ സ്വയമായിട്ട് അങ്ങനെ ചെയ്യുകയില്ല. എന്തെന്ന് വെച്ചാൽ അവൾ ഒരു ഡ്രസ്സ്, അവൾ തലയെ കൊള്ളുന്ന ഡ്രസ്സ് എടുത്തിട്ടാൽ ഇറുകയാണെങ്കിൽ അവൾ അത് ഇടത്തില്ല. അപ്പോൾ അവളിങ്ങനെ തന്നെ അവൾ ഇങ്ങനെ തൂങ്ങി മരിക്കുമെന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്ത് കൊച്ചിനെ കൊലപ്പെടുത്തിയതായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇവിടെ വന്നിങ്ങനെ പറഞ്ഞു, അമ്മ അവിടെ ഭയങ്കര പ്രശ്നമാണ് അമ്മ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്മ എന്നെ എപ്പോഴും വഴക്കാണ്. അപ്പം ചേട്ടൻ പറയും, നീ ഒന്നും പറയണ്ട, ഞാൻ തിരിച്ച് അമ്മയ്ക്ക് വഴക്ക് കൊടുത്തല്ലാന്നിങ്ങനെ പറയുമായിരുന്നു. അത് അമ്മ എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ കുറേ കൊണ്ടുവന്ന് പണയം വെച്ചെന്ന് പറഞ്ഞു.
പണയം വെച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവള് അങ്ങ് വിക്കി. ആ സങ്കടം വന്നായിരിക്കും പറഞ്ഞ. അപ്പോൾ ഞാൻ പറഞ്ഞ പോട്ട് കുഴപ്പമില്ല, നമ്മുടെ കല്യാണത്തിന് കളക്ഷൻ കിട്ടിയ കാര്യമാണ് അവരെപ്പോഴും ചോദിക്കുന്നതെന്ന്. അപ്പോഴും എനിക്കിങ്ങനെ തോന്നി പൈസയൊന്നും കൊടുക്കാത്തതിൻ്റെ കാര്യത്തിലായിരിക്കും. എൻ്റെ സ്വർണ്ണമൊന്നും കിട്ടിയത് അവർക്ക് തികഞ്ഞില്ലെന്ന് തോന്നണം. അമ്മ എപ്പോഴും കിടന്ന് പറയുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ അമ്മ തന്നെയാണ്. അല്ലെന്നാണ് ഞങ്ങളെ തോന്നുന്നത്. ഇവർ കഴുത്തിന് മുറുക്കി കൊന്നതായിരിക്കും എന്നാണ് ഞങ്ങൾ തോന്നുന്നത്. അല്ലാതെ അവൾ സ്വയമായിട്ട് അങ്ങനെ ചെയ്യൂല. ഇവൾ നിന്നോട്ടൊരമ്മ നമ്മൾ കാണും പോലെയല്ല അമ്മ ചേട്ടൻ, നമ്മൾ കാണുന്നത് പോലെയല്ല. എന്നെ ഭയങ്കര ദേഹോപദ്രവമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്തത് അവിടെ മനസ്സിലപ്പോൾ വന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നപ്പോഴിങ്ങനെ പറഞ്ഞ അമ്മയെ അന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. അല്ലെങ്കിൽ അമ്മ പറഞ്ഞ് നിങ്ങളാരും പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് എനിക്കിത് തന്നെ വേണമെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് പിന്നെ അവളതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല.